എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം നേരുന്നു. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്നത്തെ വീഡിയോ നാമത്തിൽ സ്നാനത്തിന് തടസ്സമോ അല്ലെങ്കിൽ സ്നാനം നാമത്തിൽ എന്നത് തർക്കമോ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ഞായറാഴ്ച യേശു നാമ സഭ അല്ലെങ്കിൽ അവർ സത്യസഭ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വണ്ണസ് പെന്തക്കോസ്തുകളുടെ ഗ്രൂപ്പിൽ ഒരു വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച കാണുവാനിടയായി. ആ വീഡിയോ ഇങ്ങനെയായിരുന്നു: അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സഭയിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, 4-5 പേരാണ് തോന്നുന്നു, അവരെ ഒരുമിച്ച് അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചതായും അതിനെ തുടർന്ന് യേശുവിൻ്റെ നാമത്തിൽ തിരുവത്താഴം കൊടുക്കുന്നതായുമുള്ള വീഡിയോ കാണുവാനിടയായി. ഇതിനെതിരെ ആരും ഒന്ന് പ്രതികരിച്ച് കണ്ടതായി ഞാൻ നോക്കി സോഷ്യൽ മീഡിയയിൽ. ആരും കാണുന്നില്ല. സ്നാനത്തെപ്പറ്റി പല സഭകളിലും പല രീതികളാണ്. ഇപ്പോൾ കത്തോലിക്ക, ഓർത്തഡോക്സ് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സഭകളിലുള്ള സ്നാനം എന്നുള്ളത് ഈ 1 മാസത്തോളമായ കുഞ്ഞിനെ എന്തുവാണെന്ന് തോന്നുന്നു. അവിടുത്തെ പള്ളിയിലെ പുരോഹിതൻ ആ കുഞ്ഞിനെ ഒരു വെള്ളത്തിൽ മുക്കിയെടുക്കും അല്ലെങ്കിൽ തളിക്കും എന്നുള്ള രീതിയിലാണ് അവരുടെ സ്നാനം. സാൽവേഷൻ ആർമി എന്നൊരു ക്രൈസ്തവ സഭയുണ്ട്. അവരുടെ സഭയിൽ ഒരു കൊടിക്കീഴിലാണ് അവർ സ്നാനപ്പെടുത്തുന്നത്. അതും എനിക്ക് കൂടുതൽ വ്യക്തമായി അറിയില്ല. പെന്തക്കോസ്റ്റിലാണ് വളരെ വിചിത്രം. ഈ പെന്തക്കോസ്റ്റ് 2 ഗ്രൂപ്പുകാരുണ്ട്: വണ്ണസ് പെന്തക്കോസ്റ്റുകാരും ട്രിനിറ്റി പെന്തക്കോസ്റ്റുകാരും. ഈ ട്രിനിറ്റി പെന്തക്കോസ്റ്റുകാർ ദൈവം 3 ആണെന്ന് വിശ്വസിക്കുകയും അവർ ഉപദേശിക്കുന്ന സ്നാനം എന്നുള്ളത് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ 19 പറയുന്ന, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സകല മനുഷ്യരെയും ശിഷ്യരായിക്കൊള്ളുവിൻ എന്നാണ് അവിടെ പറയുന്നത്. ആ രീതിയിൽ അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ എന്ന വാ കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് അവർ വെള്ളത്തിൽ ഇപ്പോൾ സ്നാനക്കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ എവിടെയും കൊണ്ട് സ്നാനപ്പെടുത്തിയെടുക്കുന്നു. അതാണ് അവരുടെ സ്നാനം. രണ്ടാമത്, ഈ വണ്ണസ് അല്ലെങ്കിൽ യേശുനാമ സഭ അല്ലെങ്കിൽ സത്യസഭ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നവർ, അവർ യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തുന്നത്. ഇത് പലരിലും കൺഫ്യൂഷൻ ഉണ്ടാകും. വചനം പഠിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം യേശു പറഞ്ഞ കൽപ്പന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, എന്നാൽ യേശുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഇത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു വചന വിഷയമാണ്. വളരെയധികം ആഴത്തിൽ പഠിക്കേണ്ടതുള്ള ഒരു വിഷയമാണ്. ഇതിനെ ആഴമായി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ നാമത്തിൽ എന്നുള്ള വാക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായി മനസ്സിലാക്കുവാനേ കഴിയുള്ളൂ. നാമത്തിൽ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച പ്രകാരം, വചനപ്രകാരം, സംസാരിച്ച പ്രകാരം അല്ലെങ്കിൽ വിശ്വാസപ്രകാരം എന്നീ അർത്ഥമാണ് ഉള്ളത്. ഇപ്പൊ യേശു പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിനാണ്. ആ നാമത്തിൽ എന്നുള്ളത് കൽപ്പിച്ച പ്രകാരം, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം. പരിശുദ്ധാത്മാവ് അനേകം ദൈവപുത്രന്മാരിൽ വന്ന് സംസാരിച്ച വചനത്തിലൂടെ, അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകങ്ങളിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ, പ്രവാചകന്മാർ സംസാരിച്ച വചനങ്ങളിലൂടെ നിങ്ങൾ സ്നാനപ്പെടുവിൻ എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ആദ്യ പടിയാണ് സ്നാനം. ആ വിശുദ്ധി എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തു തുടങ്ങുക, അതാണ് വിശുദ്ധി. അശുദ്ധി എന്നുള്ളത്
ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് അശുദ്ധി. അതിനെ പാപം എന്ന് പറയും. പാപത്തിൻ്റെ പരിജ്ഞാനമാണ് വചനം. ആ വചനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പാപിയാണെന്ന് മനസ്സിലാകുന്നത്. ആ പാപത്തെ മോചിപ്പിക്കുവാൻ അതേ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കഴിയുമെന്ന് മനസ്സിലാക്കുന്നത് ഈ തിരുവെഴുത്തുകളിലാണ്. അതാണ് യേശു അവിടെ പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞത്. അതായത് പാപത്തിൻ്റെ പരിജ്ഞാനം പിതാവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, അനേകം പുത്രന്മാരിൽ കൂടി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ഇവരിൽ കൂടിയും അനേകം പ്രവാചകങ്ങളിൽ കൂടിയും ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ അതറിഞ്ഞ് അവൻ പാപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ പാപത്തെ മോചിപ്പിക്കുവാൻ അവരെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരെ സ്നാനം കഴിപ്പിക്കും എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ കൽപ്പിച്ചത്. അത് നാമത്തിൽ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ആ നാമത്തിൻ്റെ ഭാഗത്ത് വിശ്വാസത്താൽ എന്ന് കൊടുത്താലും മതിയായിരുന്നു. അവിടെയാണ് ഫാൾട്ട് പറ്റിയത്, തർജ്ജമ മിസ്റ്റേക്കാണ്. നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ഇംഗ്ലീഷിൽ പറയാം. നാമത്തിൽ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച പ്രകാരം, ഇഷ്ടപ്രകാരം, സംസാരിച്ച പ്രകാരം, വചനപ്രകാരം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അപ്പോസ്തലന്മാരും ചെയ്തത് അതാണ്. അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നാണ്. അവർ അവിടെ പറയുന്നത് യേശു കൽപ്പിച്ച പ്രകാരം. യേശു പറഞ്ഞത് എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവ് കൽപ്പിച്ച പ്രകാരം, പരിശുദ്ധാത്മ കൽപ്പിച്ച പ്രകാരം, പുത്രൻ കൽപ്പിച്ച പ്രകാരം. അത് തന്നെയാണ് അവരും ചെയ്തത്, അപ്പോസ്തലന്മാരും ചെയ്തത്. അവർ യേശു പറഞ്ഞതുപോലെ ചെയ്തു. രണ്ടും ഒന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തർക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമുക്ക് സ്നാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമ പുസ്തകത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ന്യായപ്രമാണത്തിൽ 7 തരം സ്നാനത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഏറ്റവും മാരകപരമായ രോഗമാണ് കുഷ്ഠം എന്നോട് വിവരിക്കുന്നു. ആ രോഗം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അശുദ്ധനാകണമെന്ന് തിരുവെഴുത്ത് പറയുന്നു. ആ അശുദ്ധി മാറണമെങ്കിൽ 14-ാം അധ്യായത്തിൽ ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട്. ഒരു പുരോഹിതൻ അവൻ എന്തൊക്കെ ചെയ്യണമെന്നും ഏതൊക്കെ ചെയ്യണമെന്നും ആ 14-ാം അധ്യായത്തിൽ ഒരുപാട് പറയുന്നുണ്ട്. അതെല്ലാം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. 14-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പുരോഹിതന്റെ എല്ലാ കർമ്മങ്ങൾ ചെയ്ത ശേഷം അവൻ വെള്ളത്തിൽ കുളിക്കണം, സ്നാനം ചെയ്യണം എന്ന് പറയും. അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കണം, അതിനുശേഷം അവൻ ശുദ്ധനായി മാറും എന്ന് പറയുന്നു. ഇനി 2-ാമത്തെ സ്നാനം എന്നുള്ളത് ഒരു പുരുഷന് അവൻ്റെ അംഗത്തിൽ ശുക്ലസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അശുദ്ധിയാണ്. അത് അവനെ സംബന്ധിച്ച് അശുദ്ധിയാണ്. ആ അശുദ്ധി മാറണമെങ്കിൽ അവൻ 7 ദിവസം വരെ അശുദ്ധനായിരിക്കേണ്ടതാണ്. പുരോഹിതൻ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യണം. അതിനുശേഷം അവൻ്റെ ആ കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം അവൻ വെള്ളത്തിൽ കുളിക്കണം, സ്നാനപ്പെടണം എന്ന് പറയുന്നു. ഇനി 3-ാമത്തെ സ്നാനം എന്നുള്ളത് ലേവ്യ പുസ്തകം 15-ാം അധ്യായം 16-ലും 17-ലും പറയുന്നത്, ഒരു പുരുഷന് അവൻ്റെ അംഗത്തിൽ കൂടി ബീജം പുറത്തു പോയാൽ അതും അശുദ്ധിയാണ്. അതിലും പുരോഹിതൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത ശേഷം അവൻ വെള്ളത്തിൽ സ്നാനപ്പെടണം. സ്നാനത്തിന് ശേഷം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കുകയും അതിനുശേഷം വിശുദ്ധി ഇരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അടുത്ത 4-ാമത്തെ സ്ഥാനം എന്നുള്ളത് സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുക്കളാണ്. അത് സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരിൽ നിന്നും ബീജം പുറത്തു പോയി കഴിഞ്ഞാൽ രണ്ടുപേരും അശുദ്ധരാണ്. അവരും ഇതുപോലെ സ്നാനം സ്വീകരിച്ച ശേഷം മാത്രമേ അവർ ശുദ്ധരാകുകയുള്ളൂ. ഇനി 5-ാമത്തെ സ്നാനം എന്നുള്ളത് അത് സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമുള്ളതാണ്. ഒരു സ്ത്രീക്ക് സ്രവം ഉണ്ടാകുകയും അതിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടാകുകയും ചെയ്താൽ അവൾ അശുദ്ധയാണ്. അവളും
പുരോഹിതൻ പറയുന്ന ന്യായപ്രമാണത്തിൽ പറയുന്ന പുരോഹിതൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് 7 ദിവസം വരെ അശുദ്ധരായിരിക്കുകയും ആ 7-ാം ദിവസം പുരോഹിതൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം അവര് വെള്ളത്തിൽ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ വൈകുന്നേരം കഴിഞ്ഞാൽ അവരും ശുദ്ധരാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ 6ാമത്തെ സ്നാനം എന്നുള്ളത് ഒരു സ്ത്രീക്ക് ഋതുകാലത്ത് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവള് അശുദ്ധയാണ്. അവളും പുരോഹിതൻ പറഞ്ഞ പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ആ കർമ്മം കഴിഞ്ഞ് അവൾ വെള്ളത്താൽ സ്നാനപ്പെടണമെന്നും ആ സ്നാനത്തിന് ശേഷമേ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നും പറയുന്നു. ഇനി 7ാമത്തെ സ്നാനം എന്നുള്ളത് താനെ ചത്തതിനെയോ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളും മാന്തി കീറുകയോ അങ്ങനെയുള്ള മൃഗങ്ങളെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അശുദ്ധനാണ് എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അവനും ഇതുപോലെ തന്നെ പുരോഹിതൻ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്ത ശേഷം അവന് വെള്ളത്തിൽ സ്നാനപ്പെടണം. ആ സ്നാനത്തിന് ശേഷമാണ് അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നുള്ളത്. അപ്പൊ ഈ പഴയ നിയമത്തിൽ 7 കർമ്മങ്ങളും ശാരീരികമായിട്ടുള്ള അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് പോകാനുള്ള മാർഗങ്ങളെ പറ്റി പറഞ്ഞില്ല. എല്ലാത്തിൻ്റെ അവസാനം വെള്ളത്താലുള്ള സ്നാനത്തെപ്പറ്റി അവിടെ ദൈവം കൽപ്പിക്കുന്നു. ഇത് ജഡത്താലുള്ള അശുദ്ധിയാണ്. ഇനി ആത്മാവിനാൽ ഉള്ള അശുദ്ധിയെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ആദ്യത്തെ സ്നാനം എന്നുള്ളത് പറയുന്നത് അത് ന്യായപ്രമാണത്തിലല്ല, പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രവചിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 1 മുതൽ 3 വാക്യങ്ങളിലാണ് അപ്പോസ്തലനായ പൗലോസ് അത് വിശദീകരിച്ച് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്, സഭയെ പ്രബോധിപ്പിക്കുന്നത്. അതായത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് അവരുടെ സ്നാനം എന്നുള്ളത്, അതായത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 15 മുതൽ 30 വാക്യങ്ങളിൽ പറയുന്ന ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് കടന്നു പോകുന്ന ആ യാത്രാവേളയിൽ ഫറവോനും സംഘങ്ങളും ഇവരെ പിന്തുടരുകയും ഇവരെ ചെങ്കടൽ 2ആയി വിഭജിച്ച് ഇവരെ നടത്തുകയും ആ ചെങ്കടലിലും ആ മേഘത്തിനും നടുവിൽ കൂടി നടന്നു പോകുന്നത് സ്നാനമായി വിശുദ്ധി ഒരു ഇസ്രായേൽ മക്കളുടെ ആത്മാവിന്റെ സ്നാനമായിട്ടാണ് അവിടെ അപ്പോസ്തലൻ പൗലോസ് സഭയെ പ്രബോധിച്ചത്. ഇതാണ് ശരിക്കുള്ള ആത്മാവിന്റെ വിശുദ്ധിക്കുള്ള ആദ്യത്തെ സ്നാനമെന്ന് അപ്പോസ്തലൻ പൗലോസ് വിവരിക്കുന്നത്. ആ സ്നാനം എന്നുള്ളത് കടലിലും മേഘത്തിനും ഇടയിൽ കൂടി അവർ സ്നാനപ്പെട്ട് ചേരുന്നത് മോശയോട് ചേരുവാണ്. മോശ എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ ഇടയനാണ്. പുതിയ നിയമത്തിലെ സ്നാനം എന്താണെന്നും അവിടെ അപ്പോസ്തലൻ പൗലോസ് ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ 3:27 പറയുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ സ്നാനം എന്നുള്ളത് ക്രിസ്തുവിനോട് ചേരുവാനാണ്. പഴയ നിയമത്തിലെ സ്നാനം മോശയോട് ചേരുന്നെങ്കിൽ പുതിയ നിയമത്തിലെ സ്നാനം ക്രിസ്തുവിനോട് ചേരുവാനാണ്. ഇനി ന്യായപ്രമാണത്തിലെ അവസാനത്തെ സ്നാനം എന്നുള്ളത് യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ്. കാരണം പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ് യോഹന്നാൻ എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. സ്നാപക യോഹന്നാൻ എന്നുള്ളത് യേശുവിന്റെ വഴി ഒരുക്കുവാൻ, അവന്റെ പാത പിന്തുടരുവാൻ, ജനങ്ങൾക്ക് സന്ദേശം അയക്കുവാൻ വന്നവനാണ്. അവൻ ഇസ്രായേൽ മക്കളിൽ ആദ്യം ആവശ്യപ്പെടുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നാണ്. അപ്പൊ മാനസാന്തരം അറിയിക്കുവാൻ, യേശുവിൻ്റെ വഴിയെ ഒന്ന് അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് അയച്ചവനാണ് സ്നാപക യോഹന്നാൻ. വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തെ വെടിഞ്ഞ് ദൈവത്തിന്റെ മാർഗത്തിലേക്ക് തിരിയുക എന്നുള്ളൊരു അറിയിപ്പ് തരുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. അന്നത്തെ സമൂഹത്തോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് സർപ്പസന്തതികളെ എന്നാണ്. സർപ്പസന്തതികൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടി വരും. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പാമ്പ് ഉപായ രൂപത്തിൽ വന്ന് ഹവ്വയെ തെറ്റിച്ചു, ഹവ്വ ആദാമിനെ തെറ്റിച്ചു. ഇവരെല്ലാവരും ദൈവത്തിന്റെ വാക്കിനേക്കാളും പാമ്പിന്റെ വാക്കിന് ചെവി കൊടുത്തു. അതുകൊണ്ടാണ് അതേ വാക്കാണ്
സ്നാപക യോഹന്നാൻ അവിടുത്തെ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ, 12 ഗോത്രങ്ങളടങ്ങുന്ന ദൈവജനത്തെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്. കാരണം അവർ ദൈവത്തിന്റെ വചനം അവരുടെ കയ്യിലുണ്ടായിട്ടും, ചുരുളുകളെല്ലാം കയ്യിലുണ്ടായിട്ടും അവരത് അനുസരിക്കാതെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന, മഹാപുരോഹിതന്മാരും അടങ്ങുന്ന ദുരുപദേശ കൂട്ടത്തെ വിശ്വസിച്ചു. ദൈവം ഒന്നുമല്ല, ദൈവത്തിന്റെ വചനങ്ങൾ ഒന്നുമല്ല, അവർക്ക് ഈ മനുഷ്യർ പറയുന്ന വചനങ്ങളാണ് പ്രധാനം. ഇന്നത്തെ അവസ്ഥയും അത് തന്നെയാണ്, അത് ഒരു മാറ്റവുമില്ല. ഇന്ന് തിരുവഴുത്തിലുള്ള ഒരു കാര്യങ്ങൾ ഏവനെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അവന്റെ സഭ അവനെ എന്ത് പഠിപ്പിക്കുന്നു അതനുസരിക്കുകയാണ് അവന്റെ ജോലി. ഇത് നിങ്ങളൊന്ന് തിരിച്ചറിയുക. പിന്നെ മാനസാന്തരത്തിനുള്ള മാർഗം എന്നുള്ളത് മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഈ മാനസാന്തരത്തിനുള്ള ആദ്യത്തെ മാർഗം എന്നുള്ളത് തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പൊ പാപങ്ങൾ ഏറ്റു പറഞ്ഞതിന് ശേഷമുള്ള സ്നാനമാണ് പാപമോചന സ്നാനം. സ്നാപക യോഹന്നാന്റെ സ്നാനവും യേശുവിന്റെ നാമത്തിലുള്ള സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്നാപക യോഹന്നാന്റെ നാമത്തിലുള്ള സ്നാനം എന്നുള്ളത് പാപമോചനത്തിനുള്ള മാനസാന്തര സ്നാനമാണ്. അത് വചനം കേട്ട് മാനസാന്തരപ്പെടുകയും, അതിന് വചനം കേൾക്കുമ്പോൾ അവൻ പാപിയാണെന്ന് അറിയുകയും ആ പാപത്തെ മോചിക്കുവാനുള്ള മാർഗമാണ് മാനസാന്തര സ്നാനം എന്നറിയുകയും ആ സ്നാനപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യോഹന്നാന്റെ സ്നാനം. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം, അതായത് യേശു കൽപ്പിച്ച വചനങ്ങൾ വിശ്വസിച്ചു കൊണ്ടുള്ള സ്നാനം, പാപമോചനത്തിനും ഒപ്പം പരിശുദ്ധാത്മാഭിഷേകത്തിനും വേണ്ടിയുള്ളതാണെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പൊ യോഹന്നാന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, എനിക്ക് പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് യോഹന്നാൻ പറഞ്ഞു. പരിശുദ്ധാത്മ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക്, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വരുന്ന രീതിയാണ് വിശുദ്ധാഭിഷേകം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വസിക്കുക, അതിനെയാണ് പരിശുദ്ധാഭിഷേകം. പിന്നെ തീയിലും സ്നാനം കഴിപ്പിക്കുക എന്നുള്ളത് യേശുവിനിൽ കൂടിയുള്ള വചനങ്ങൾ അനുസരിക്കാത്തവർക്ക് ന്യായവിധിയിൽ അവൻ തീപ്പൊയ്കയിലേക്ക്, നരകത്തിലേക്ക് തള്ളിക്കളയും എന്നുമാണ് അവിടെ സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ചും യേശുവിന്റെ സ്നാനത്തെക്കുറിച്ചും അവിടെ പറഞ്ഞത്. മത്തായി സുവിശേഷം 3:11 ലൂക്കോസ് എഴുതിയ 3:16 മർക്കോസ് എഴുതിയ സുവിശേഷം 1:8 ഒരുപോലെ പറയുന്ന കാര്യമാണ് യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം പാപമോചനവും പരിശുദ്ധ അഭിഷേകവും ഒരുപോലെ നൽകുന്നു എന്ന്. അത് മത്തായി എഴുതിയ സുവിശേഷം 3:15 പറഞ്ഞു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതിലേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ വലിയവൻ, അവന്റെ ചെരുപ്പ് ചുമക്കാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാവിലും തീയിലും സ്നാനമേൽപ്പിക്കും എന്നാണ് ഈ 3 ഭാഗങ്ങളിലും എഴുതി കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പറയുന്നു, അതുപോലെ 1:5 പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്നുള്ളത് യേശു പറഞ്ഞ കൽപ്പനകൾ അല്ലെ വചനങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് അത് അനുസരിച്ചുകൊണ്ട് വെള്ളത്താൽ സ്നാനപ്പെടുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിക്കും എന്നാണ് അവിടെ അപ്പോസ്തലന്മാരും പറയുന്നത്. ഈ നാമത്തിൽ എന്നുള്ളത് വചനപ്രകാരം അല്ലെങ്കിൽ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ വിശ്വാസപ്രകാരം എന്നൊക്കെയാണ് അർത്ഥം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിരുന്നത്. അതുപോലെ മർക്കോസ് സുവിശേഷം 16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാണ് പറയുന്നത്. അവിടെയും പറയുന്നത് ഇതേപോലെ നാമത്തിൽ എന്നുള്ള അർത്ഥം വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. യേശുവിൽ പറഞ്ഞ വചനങ്ങൾ അത് ദൈവത്തിന്റെ വാക്കുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്കുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് അനുസരിച്ചുകൊണ്ട് സ്നാനം സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും എന്നാണ് അവിടെയും പറയുന്നത്. ഇനി സ്നാനം എന്തൊക്കെ ആണെന്നും കൂടി
ദൈവത്തിന്റെ ആത്മാവ് പല വ്യക്തികൾ കൂടി സംസാരിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. തിത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്നാനം എന്നുള്ളത് ഒരു പുനർജന്മം എന്നാണ്. അതായത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തിത്തോസിന് എഴുതുന്നത്. അതായത് സ്നാനം എന്നുള്ളത് പുനർജന്മമാണ്, ഒരു മനുഷ്യനെ പുതുക്കി തീർക്കുന്നതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു പുനർജന്മമാണ് സ്നാനത്തിൽ കൂടി സംഭവിക്കുന്നത്. പുതിയ മനുഷ്യനായി മാറുകയാണ്. പാപിയായ ഒരു മനുഷ്യൻ പാപത്തിന്റെ പരിജ്ഞാനം അറിഞ്ഞ് പാപത്തെ വെടിഞ്ഞ് വിശുദ്ധിയിലേക്ക് കടക്കുവാനുള്ള തുടക്കമാണ് സ്നാനം എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് പറയുന്നത് സ്നാനം എന്നുള്ളത് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയുള്ളതാണ്. അതായത് മർക്കോസ് എഴുതിയ സുവിശേഷം 16:16 പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ്. അതായത് വിശ്വസിക്കുന്നവന് മാത്രമുള്ളതാണ് സ്നാനം. സ്നാനം എന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു മാർഗമാണ്. നമ്മൾ ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള തുടക്കമാണ് സ്നാനം. അടുത്ത് പറയുന്നത് സ്നാനം എന്നുള്ളത് സർപ്പസന്തതികൾ എന്ന ചീത്തപ്പേര് അല്ലെങ്കിൽ വിളിപ്പേര് അല്ലെങ്കിൽ ഇരട്ടപ്പേര് മാറുവാൻ വേണ്ടിയുള്ളതാണ്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവനാൽ സ്നാനം ഏൽക്കുവാൻ വന്ന പുരുഷന്മാരോട് അവൻ പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് യോഹന്നാൻ മാനസാന്തരത്തിന്റെ സ്നാനം തുടങ്ങിയപ്പോഴും യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള സന്ദേശം അറിയിച്ചപ്പോഴും അവിടുത്തെ ജനത്തോട് അറിയിച്ച വാക്കാണ് സർപ്പസന്തതികളെ. നിങ്ങൾക്ക് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോവാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് ആർ എന്നാണ് ചോദിച്ചത്. അപ്പൊ ആ ദുരുപദേശം കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് ദൈവത്തിന്റെ കണ്ണിൽ സർപ്പസന്തതികൾ. അവർക്ക് ആ ഒരു പേര് മാറിക്കിട്ടുവാൻ കൂടി വേണ്ടിയുള്ളതാണ് ഈ സ്നാനം. അടുത്ത പറയുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്നാനം എന്നാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനം ഏറ്റു എന്നാണ്. അപ്പോൾ യേശു പഠിപ്പിച്ച വചനങ്ങൾ യേശു പിതാവിൽ നിന്ന് കേട്ടത് തന്റെ ശിഷ്യന്മാർ അറിയിച്ചു, ശിഷ്യന്മാർ കേട്ടത് അത് മറ്റുള്ളവരെ അറിയിക്കുന്നു. ഇങ്ങനെ അറിയിക്കുമ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്നാനമെന്നും വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി അടുത്തുള്ളത് ആർക്കൊക്കെ സ്നാനപ്പെടാം, സ്നാനത്തിനുള്ള യോഗ്യത എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 37-ാമത്തെ വാക്യം ഒന്ന് പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഏറെക്കുറെ ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം എന്ന് അവിടെ പറയുന്നു. ആ വാക്യം ഇങ്ങനെയാണ്, അതിനെ ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അതായത് സ്നാനപ്പെടുവാൻ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്നാനപ്പെടുവാനുള്ള യോഗ്യത. ഇവിടെ ഈ യേശുനാമ സഭക്കാരുടെ സ്നാനത്തിൽ അവിടെ യേശുവിനെ ദൈവപുത്രൻ എന്നല്ല അവിടെ പഠിപ്പിക്കുന്നത്. ആ സ്നാനപ്പെടുത്തുന്ന വ്യക്തി, ആ സ്നാനപ്പെടുത്തുന്ന ആൾ യേശുവിനെ ദൈവം എന്നാണ് ആ സ്നാനപ്പെടുന്ന ആളിനെ ഉപദേശിച്ചത്. അതിനുശേഷമാണ് അവരെ സ്നാനപ്പെടുത്തിയതും അതിനുശേഷം അത് ആവർത്തിക്കുകയും ചെയ്തു. അടുത്ത സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്നാനപ്പെടാം. സുവിശേഷം കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിന് പ്രകാരം ജീവിച്ചാൽ ഞങ്ങൾക്ക് വിശുദ്ധീകരിക്കപ്പെടാം, അശുദ്ധിയിൽ നിന്നും മോചിക്കപ്പെടാം എന്ന് ചിന്തിക്കുന്നവർക്ക്, എന്ന് മനസ്സിലാക്കുന്നവർക്കും സ്നാനപ്പെടാമെന്നും അവിടെ പറയുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനപ്പെട്ടു, സ്നാനമേറ്റു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നത് യേശു കൽപ്പിച്ച, യേശു പഠിപ്പിച്ച സുവിശേഷം,
സന്തോഷമുള്ള വാർത്ത അവരെ അറിയിച്ചപ്പോൾ അവർ ഫിലിപ്പോസിനെ വിശ്വസിച്ചു എന്നാണ് അവിടെ ഇത് കാണുന്നത്. അപ്പോൾ അവർ സ്നാനം സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്നാനം. എൻ്റെ അനുഭവത്തിൽ ഒരു ഇങ്ങനെ സംഭവമുണ്ട്. ഒരു 10 വർഷം മുമ്പാണ്, 10 അല്ല, ഒരു 10-12 വർഷം മുമ്പാണ്. ഞാൻ അന്ന് ഇന്ത്യ പെന്തക്കോസ്ത് സഭയിലെ വിശ്വാസിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സഭയുടെ ഹെഡ് ഓഫീസാണ് ചെറുവയ്ക്കൽ കൺവെൻഷൻ. വളരെ ഫേമസ് ആണ്, കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു കൺവെൻഷനാണ്. അപ്പോൾ ഈ കൺവെൻഷൻ വേദിയിലാണ് സ്നാനം, കൂട്ടത്തോടെയുള്ള സ്നാനങ്ങൾ നടത്തുന്നത്. ഏകദേശം 200-300ഓളം സ്നാനങ്ങൾ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. കടയ്ക്കൽ സഭയിൽ നിന്നുള്ള ഒരു പാസ്റ്റർ ഒരു 10-12 വയസ്സുള്ള കൊച്ചു പയ്യനെ സ്നാനപ്പെടുത്താൻ കൊണ്ടുവന്നു. അപ്പൊ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ മറ്റു പാസ്റ്ററേങ്കാലും മറ്റു സഭയിലെ പാസ്റ്ററേങ്കാലും ഞാൻ എത്ര കൂടുതൽ ആളെ സ്നാനപ്പെടുത്തുന്നു എന്നതിലൊരു പ്രശസ്ത ഒരു ഗമ കാണിക്കുന്ന ഒരു പാസ്റ്ററാണ്. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ അന്ന് അത്ര പരിജ്ഞാനമില്ല എങ്കിലും ആ ഉള്ള അറിവുകൊണ്ട് ഞാൻ അന്ന് അങ്ങോട്ട് ചോദിച്ചു, പാസ്റ്റർ ഈ 12 വയസ്സായ കുഞ്ഞിനെ സ്നാനപ്പെടുത്താൻ എന്ത് യോഗ്യതയാണ്? ആ കുഞ്ഞിന് ഈ വചനത്തെക്കുറിച്ചുള്ള അറിവുണ്ടോ? അവർക്ക് ഈ വചനം പഠിച്ച് മാനസാന്തരപ്പെട്ടിട്ടാണോ സ്നാനപ്പെടുത്തുന്നത് ചോദിച്ചപ്പോൾ അയ്യോ, എന്നെ അവിടെ ആ പാസ്റ്ററും കൂടെയുള്ള പാസ്റ്ററും എൻ്റെ സഹപാസ്റ്റർ ഇല്ലായിരുന്നു, മറ്റുള്ള എല്ലാ പാസ്റ്ററും കൂടി എന്നെ വലിച്ച് പൊതിഞ്ഞളഞ്ഞു. കാരണം അവർക്ക് അതിന് മറുപടിയില്ല. അത് നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ ഒരു സഭയിലെ വിശ്വാസിയായ നിങ്ങളെ പാസ്റ്റർ കേട്ട് അനുസരിച്ച് അങ്ങനെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നവർ എല്ലാം എന്നെ പറയത്. ഞാനത് കളഞ്ഞു. അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാ, ഈ പാസ്റ്റേഴ്സ് എന്നുള്ളൊരു വിഭാഗം, പ്രത്യേകിച്ച് IPC എന്ന സഭയിലെ പാസ്റ്റേഴ്സ് എന്നുള്ളത് പരിജ്ഞാനപൂർണ്ണരല്ല. അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഗമ കാണിക്കുവാൻ ആളെ ചേർക്കുക, സെൻട്രൽ പാസ്റ്ററുടെ സിമ്പതി നേടുക, അല്ലെ അവരുടെ അംഗീകാരം നേടുക, ഇത് മാത്രമേ ഉള്ളൂ. ആ കൊച്ചു പയ്യൻ ഇന്ന് വലിയ പയ്യനായി വിദേശത്താണ്, ജോലി ചെയ്യുന്നു. അതൊരു കടയ്ക്കൽ എന്ന പ്രദേശത്ത് ഒരു വനിതാ ഓട്ടോ ഡ്രൈവറുടെ മകനാണ്. ചെറുക്കൻ നല്ല നിലയിലാണ്, കൂടുതൽ അറിവൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൻ്റെ അമ്മയെ പല സമയങ്ങളിലും കാണുന്ന വിഷയങ്ങൾ ചോദിക്കും. അപ്പം ഞാൻ ഒരിക്കലും അവരോട് ചോദിച്ചിരുന്നു, ഈ പയ്യനെ കൊണ്ട് ഇങ്ങനെ സ്നാനപ്പെടുന്നത് ശരിയാണോ? അപ്പോൾ അവർ പറഞ്ഞത്, അത് എൻ്റെ ഇഷ്ടമല്ല, അവൻ്റെ ഇഷ്ടമല്ല, പാസ്റ്റർക്ക് ഒരേ നിർബന്ധം, ഈ കൺവെൻഷനെ അവനെ സ്നാനപ്പെടുത്തി വെക്കുള്ളൂ. അങ്ങനെയാണ് സ്നാനപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞത്. അത് വിടാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞത്, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക്, സുവിശേഷം വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരുവൻ പാപിയാണെന്ന് അറിയുള്ളൂ. ആ വചനം പഠിക്കാതെ ചുമ്മാ ഒരാളെ കൊണ്ട് സ്നാനപ്പെടുത്തി എന്തൊരു ഉപയോഗം? അവൻ വീണ്ടും അശുദ്ധികളിലേക്കുള്ളൂ. വീണ്ടും കൊണ്ടൊന്ന് സ്നാനപ്പെടുത്താൻ പറ്റുമോ? സ്നാനം ഒരിക്കലേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. എഫേസ്യർ എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നാനം ഒന്നേ ഉള്ളൂ. സ്നാനം ഒന്നേ ഒന്ന് മാത്രം. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രമാണ്. സ്നാനം ഒന്ന്, കർത്താവ് ഒന്ന്, ദൈവം എല്ലാവരിലും വ്യാപരിക്കുന്നവൻ. വ്യാപരിക്കുക എന്ന് പറഞ്ഞ പരിശുദ്ധ വിഷയമാണ്. ആ വ്യാപരിക്കുന്നവൻ അല്ലെങ്കിൽ എല്ലാവരിലും ഇരിക്കുന്നവൻ എല്ലാവർക്കും ദൈവമായവൻ ഒരുവനാണ്. അപ്പൊ സ്നാനവും ഒന്നാണ്. പുനർസ്നാനമുണ്ടോ? രണ്ടാമത് സ്നാനമുണ്ടോ? ഒരാൾ സ്നാനപ്പെട്ട ശരിയല്ല തോന്നിക്കഴിഞ്ഞാൽ രണ്ടാമത് സ്നാനപ്പെടുന്നത് വചനാടിസ്ഥാനത്തിൽ യുക്തിയോ? ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ച ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകഴിഞ്ഞ ആ അസംബ്ലീസ് സ്ക്വാഡിലെ വിശ്വാസികളെ യേശുനാമക്കാർ അല്ലെങ്കിൽ സത്യസഭക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ സ്നാനപ്പെടുത്തിയപ്പോൾ രണ്ടാമത് സ്നാനപ്പെടുത്തിയാൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് അവസാനമായി പറയുവാനുള്ളത്. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പുനർസ്നാനം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ യോഹന്നാന്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള സ്നാനം അത് പാപമോചനം മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം പാപമോചനവും പരിശുദ്ധാഭിഷേകം ലഭിക്കുവാനുമുള്ള സ്നാനമാണ്. അപ്പോൾ ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ്
യോഹന്നാന്റെ 12 ശിഷ്യന്മാരെ കാണുവാനിടയായി. അപ്പോൾ അവരോട് ചോദിച്ചത്, നിങ്ങൾ പരിശുദ്ധ അഭിഷേകം പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ യോഹന്നാന്റെ 12 ശിഷ്യന്മാരും പൗലോസിനോട് പറഞ്ഞു, പരിശുദ്ധാഭിഷേകമോ അതെന്തെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അപ്പോൾ അത് പറഞ്ഞു, ഞങ്ങൾ യോഹന്നാന്റെ സ്നാനമാണ് സ്വീകരിച്ചത്. അപ്പൊ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചവൻ അതും കൊണ്ട് നടക്കുക. അദ്ദേഹം പറഞ്ഞ കൽപ്പനകൾ, അതായത് 2 ഉടുപ്പുള്ളവൻ ഒരുത്തരം കൊടുക്കട്ടെ, ആഹാരത്തിന് ആഹാരം കൊടുക്കട്ടെ, പിന്നെ അമിതമായി കരം പിരിക്കരുത്, പടയാളികളോട് നിങ്ങൾ അധികമായി ഒന്നും ബലാത്കാരം ചെയ്യരുത്, എല്ലാം നിയമത്തിനനുസരിച്ച് ചെയ്യണം എന്നൊക്കെ പോയി അത്രയും വചനങ്ങളാണ് അവരെ ഉള്ളിലുള്ളത്. അവർ ശരിക്കും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ കൂടി സംസാരിച്ച വചനങ്ങൾ അവർ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ് അതും കൂടെ കേട്ട് അവര് സ്നാനം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അവർക്ക് പരിശുദ്ധാത്മ ലഭിച്ചിട്ടില്ല. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ഉടനെ യേശുവിന്റെ വചനങ്ങൾ അവരെ പഠിപ്പിക്കുകയും ആ വചനം കേട്ട് അവർക്ക് സ്നാനപ്പെടുത്തുകയും, സ്നാനം സ്വീകരിച്ച ശേഷം പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാഭിഷേകം പ്രാപിക്കുകയും അന്യഭാഷയിൽ സംസാരിച്ചതായും അവിടെ തിരുവെടുത്ത് രേഖപ്പെടുത്തുന്നു. ഇനി ഈ കഴിഞ്ഞ ആഴ്ച ഈ യേശുനാമ സഭക്കാർ സ്നാനപ്പെടുത്തിയ സ്നാനകർത്താക്കൾ ഒന്ന് ഓർമ്മിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇവിടെ സ്നാനം സ്വീകരിച്ച നിങ്ങൾ വചനം കേട്ടിട്ടാണോ, അതോ ഈ യേശുനാമക്കാർ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ടാണോ, അതോ എന്തെങ്കിലും സാമ്പത്തികമായ പണം തന്നിട്ടാണോ നിങ്ങൾ സ്നാനം സ്വീകരിച്ചത്? നിങ്ങൾ മിനിമം ഈ യോഹന്നാൻ സ്നാനം സ്വീകരിച്ച ഈ 12 പേരെ ഒന്ന് ചിന്തിക്കുക. അവര് യോഹന്നാൻ പറഞ്ഞ വചനം മാത്രമേ അവർക്കറിയാവൂ. അവർക്ക് യേശു നാമത്തിലുള്ള യേശു കൽപ്പിച്ചിട്ടുള്ള വചനങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് അറിയുമ്പോൾ മാത്രമേ അവർക്ക് സ്നാനത്തിലൂടെ മാത്രം ദൈവത്തിന്റെ പരിശുദ്ധമ ലഭിക്കുകയുള്ളൂ. ഈ ഒരു ചിന്ത നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഈ തിരുവെഴുത്തൊന്ന് പഠിക്കാത്തത്. മത്തായി എഴുതിയ സുവിശേഷം 28 19 വാക്യത്തിൽ പറയുന്ന, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് പറഞ്ഞാൽ അത് ആ വാക്കിന്റെ അർത്ഥം എന്നുള്ളത് പിതാവായ ദൈവം കൽപ്പിച്ച വചനപ്രകാരവും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമായ പുത്രനിൽ കൂടി സംസാരിച്ച വചനപ്രകാരവും ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് അനേകം പുത്രന്മാരായ പ്രവാചകന്മാർ കൂടിയും സംസാരിച്ച വചനപ്രകാരവും അത് നിങ്ങൾ അവരെ അറിയിച്ച് അവരെ പാപത്തിന്റെ പരിജ്ഞാനം കൊടുത്ത് ആ തിരുവെഴുത്തിലെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുന്നതാണ് പാപം. ആ പാപം സകല മനുഷ്യരെയും അറിയിച്ച് ആ വചനം കേട്ട് അത് ദൈവത്തിന്റെ വചനമാണെന്ന് മനസ്സിലാക്കിയ പലരും അവർക്ക് മാനസാന്തരം ഉണ്ടാവുകയും ആ മാനസാന്തരം ഉണ്ടായി എന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തുവാൻ വെള്ളത്താലുള്ള സ്നാനം സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് അതിനർത്ഥം. പിതാവ് പറഞ്ഞ വചനവും പുത്രൻ പറഞ്ഞ വചനവും പരിശുദ്ധാത്മ പറഞ്ഞ വചനവും ഇതെല്ലാം ദൈവം പറയുന്നത് തന്നെയാണ്. ആ വചനം കേൾക്കുമ്പോൾ ആ പാപത്തിന്റെ പരിജ്ഞാനം അവരുടെ ഉള്ളിലെത്തുമ്പോൾ അവ പാപിയാണെന്ന് അറിയുകയും ആ പാപത്തെ മോചിക്കുവാൻ ദൈവത്തിന്റെ ആ വചനത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ ആരംഭമായി ഒരു മാനസാന്തരം ഉണ്ടായി. ആ മാനസാന്തരം ഉണ്ടായി എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കർമ്മമാണ് സ്നാനം, മാനസാന്തര സ്നാനം. അത് ചെയ്യണമെന്നാണ് അവിടെ യേശു പഠിപ്പിച്ചത്. സങ്കീർത്തന പുസ്തകം 80-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദേവന്മാർ ആകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. അതായത് അത്യുന്നതന്റെ പുത്രന്മാരെയാണ് ദേവന്മാർ എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് വിളിക്കുന്നുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായില്ലല്ലോ എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചിട്ടുള്ളവരെയാണ് ദേവന്മാർ എന്ന് വിളിക്കുന്നത്. അതേ ദേവന്മാരെയാണ് ദൈവത്തിന്റെ പുത്രന്മാർ, അത്യുന്നതന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ
അതൊന്ന് മനസ്സിലാക്കേണ്ടത് ആ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവർ, അവരുടെ വാക്കുകളും ദൈവത്തിന്റെ വാക്കുകളും ദൈവത്തിന്റെ ആത്മാവ് പല പ്രവാചകന്മാർ കൂടിയും സംസാരിച്ച വചനങ്ങൾ എന്നുമാണ് അർത്ഥം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തർക്കങ്ങളും മാറും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കുക. അങ്ങനെ ഒരു ഉപദേശം നീ ഈ സ്നാനപ്പെട്ട ഒരാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ആ ഉപദേശം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വരുന്നത്. ആ പരിശുദ്ധാഭിഷേകം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാനുള്ള സൗഭാഗ്യമുണ്ടാകുകയുള്ളൂ. പ്രിയ സഹോദരന്മാരെ, ഈ വചനത്തെ വളച്ചൊടിക്കുന്നവരെ പിൻപറ്റാതെ നിങ്ങൾ സത്യവചനം സ്വന്തമായി പഠിച്ച് ആർക്കും വിധേയപ്പെടാതെ ആരുടെയും ദുരുപദേശത്തിന് അടിമപ്പെടാതെ സ്വന്തമായി ദൈവത്തിന്റെ സത്യം നിങ്ങൾ തിരിച്ചറിയുക. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും ആകുന്നു എന്ന്. ആ ഒരു സത്യവചനത്തെ മുൻനിർത്തി നിങ്ങൾ ദൈവത്തിന്റെ തിരുവെഴുത്ത് തിരിച്ചറിയണം. യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയുകയാകൊണ്ട് തെറ്റിപ്പോകുന്നു എന്നാണ്. ആ തെറ്റിപ്പോകൽ ഉണ്ടാകാതെ നിങ്ങൾ ദൈവത്തിന്റെ മാർഗം സ്വീകരിച്ച് ദൈവത്തിന്റെ പുത്രന്മാരായി ദൈവത്തിന്റെ മക്കളായി ദൈവരാജ്യത്തിന് അവകാശികളായി തീരണമെന്ന് വളരെ 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 താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ നല്ലൊരു ഗുഡ് ബൈ.